അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ മുഖ്യപ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇന്നലെ കുന്നത്തുനാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഭാര്യ റഷീദയിൽ നിന്ന് മുഖ്യപ്രതി നജീബിനെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. റഷീദയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കേസിൽ ഇതുവരെ 6 പേരാണ് അറസ്റ്റിലായത്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ഈ അവയവ കടത്ത് സംഘം ഇവർ വലിയൊരു റാക്കറ്റാണ്. ഇവരെക്കുറിച്ച് പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും ഞെട്ടിക്കുന്നതാണ്. ഈ സർക്കാരിന്റെ അവയവദാന പദ്ധതിയുടെ മറവിലാണ് ഇവർ ഇത്തരത്തിലുള്ള വലിയ കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു പ്രവർത്തനം? അതോടൊപ്പം ഈ കിങ് പിൻ, ഈ പ്രധാനപ്പെട്ട പ്രതിയിലേക്കുള്ള അന്വേഷണം എവിടെ വരെ എത്തി? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട് ഈ റാക്കറ്റ് വലിയ തോതിൽ കഴിഞ്ഞ 3 വർഷമായി പ്രവർത്തനം നടത്തിയിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളം ഭാഗത്ത് നടത്തിയ റെയ്ഡിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഞെട്ടിക്കുന്ന രേഖകൾ പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. അതായത് MP-മാരുടെയും MLA-മാരുടെയും അടക്കം പേരുകളിൽ വ്യാജ സാക്ഷ്യപത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഒപ്പും സീലും പതിപ്പിച്ച ലെറ്റർ പാഡുകളും ഒക്കെ തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പോലീസിന്റെയും ഡോക്ടർമാരുടെയും ക്ലിയറൻസുകൾ വ്യാജമായി നിർമ്മിച്ച് അവയവദാനത്തിന് അനുമതി കണ്ടെത്തുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ അവയവദാതാക്കളുടെ പേരിലും പോലീസ് വടക്കേക്കര പോലീസ് അടക്കം കേസെടുത്തിട്ടുണ്ട്. അതിൽ വടക്കേക്കര പോലീസ് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. നിലവിൽ ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് 6 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഇന്നലെ പിടിയിലായ മുഖ്യപ്രതിയുടെ ഭാര്യ റഷീദ, അവർ ഈ കുന്നത്തുനാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 2 കേസിൽ, ഒരു കേസിൽ 4ാം പ്രതിയും മറ്റൊരു കേസിൽ 3ാം പ്രതിയുമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി പോലീസ് നിലവിൽ അന്വേഷണം നടത്തുന്നത് നജീബിന് വേണ്ടിയാണ്. നജീബ് കഴിഞ്ഞ ദിവസം നജീബിന്റെ അമ്പലമേടുള്ള ഫ്ളാറ്റിലെത്തി പോലീസ് പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഇയാളെ അവിടെ നിന്നും പോലീസിന് കണ്ടെത്താനായില്ല. ഇയാൾ ഒളിവിൽ പോയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഈ റാക്കറ്റിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചിരുന്നത് റഷീദാണ് എന്നാണ് പോലീസ് പറയുന്നത്. റഷീദിനെ കണ്ടെത്തി കൂടുതൽ ചോദ്യം ചെയ്യുക എന്നതാണ് പോലീസിന്റെ നിലവിലെ ലക്ഷ്യം. നജീബിനെ കണ്ടെത്തി ചോദ്യം ചെയ്യുക എന്നതാണ് പോലീസിന്റെ നിലവിലെ ലക്ഷ്യം. റഷീദെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. ഇവരെയും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നിധിൻ, ചില്ലറ തട്ടിപ്പൊന്നുമല്ല നടത്തിയത്. MP-മാരുടെ MLA-മാരുടെ പേരടക്കം ഡോക്ടർമാരുടെ വ്യാജരേഖയൊക്കെ ചമച്ച് ഇത്തരത്തിലൊരു വലിയ തട്ടിപ്പ്. അതിൽ ഇപ്പോൾ ഇയാളല്ലാതെ മറ്റു ആരെങ്കിലേക്കും പോലീസ് വിരൽ ചൂണ്ടുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിലേക്ക് വരുന്നുണ്ട്. നിതിൻ സേവ്യറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്.